എല്ലാ കൂട്ടുകാർക്കും ഭവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? ഇത് വഴുതനങ്ങയാണ്. അപ്പോൾ വഴുതനങ്ങയായി കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല, നമുക്ക് വഴുതനങ്ങ മേടിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ള വഴുതനങ്ങ, അത് ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ 4ആയിട്ട് മുറിച്ചോളൂ, അല്ലെങ്കിൽ 2ആയിട്ട് കട്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടാക്കി അത് കുറേ അധികം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ കറുത്ത് പോകുമായിരിക്കും. എന്നെപ്പോലെ ഞാനിപ്പോൾ പെട്ടെന്ന് ചടപടെന്ന് പറഞ്ഞാൽ 2 മിനിറ്റിനാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നും വേണ്ട, കട്ടാക്കിയിട്ട് എടുത്തു വെച്ച് അതിൻ്റെ ആ പുഴുവൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ഇത്ര 5 എണ്ണത്തിന് വേണ്ടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ എമൗണ്ട് അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, അത് ഏതാണ്ട് 1 ടീസ്പൂണോളം എടുത്തു. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1/2 ടീസ്പൂൺ, അത്രയും മതിയാവും, ഇച്ചിരി മതി. അപ്പോൾ അതോടെ ഒഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഈ 4 കൂട്ട സാധനങ്ങൾ നല്ലപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ചൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റെഡിയാക്കി കട്ടാക്കി വെച്ചിരിക്കുന്ന, ഞാനിവിടെ 2ആക്കിയാണ് കട്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് 4ആയിട്ട് വേണമെങ്കിൽ അത് കട്ടാക്കാം. അപ്പോൾ അങ്ങനെ കട്ടാക്കി വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങയിൽ അത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ആകവശത്ത് ഫുള്ളായിട്ട് മസാല പൊതിഞ്ഞ് വെക്കണമെന്നൊന്നുമല്ല പറയുന്നത്, എന്നാലും ഇടയ്ക്ക് ആ മസാലയുടെ ആ ഒരു കുറച്ച് മസാലയും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ആയിട്ടൊന്ന് ചെല്ലണം. പിന്നെ പുറത്തൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിട്ടേരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫുള്ള് മസാലയാക്കരുത്. മസാലയാക്കിയെങ്കിൽ നമുക്ക് ആ വഴുതനങ്ങയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് കിട്ടത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇച്ചിരി കുറച്ച് സൈഡിൽ നടുക്ക്, പിന്നെ അങ്ങനെ ആ കുറച്ച് എണ്ണയും കൊണ്ട് ചെല്ലണം അതിൻ്റെ, അങ്ങനെ ആ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് പറ്റിയെന്ന് പോലെ വരുത്തുന്ന രീതിയിൽ കുറച്ച് മസാല വെച്ച് അതൊന്ന് ഫില്ലാക്കി അതിൻ്റെ ആ പുറത്തൂടെ അതിൻ്റെ ആ എണ്ണ ഉപ്പും കൂടെ ഒന്ന് ചെല്ലത്തക്ക വിധത്തിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് അത് അങ്ങനെ എല്ലായിടത്തും പറ്റിച്ചെടുക്കണം കേട്ടോ. അതവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഡ്ഡലി പാത്രം എന്തെങ്കിലും എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അത് ആവി കയറ്റി ഒന്ന് ചൂടായിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിലേക്കാണ് ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ, ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെച്ച് കൊടുത്തു കേട്ടോ. വച്ച് കൊടുത്തിട്ട് അവിടെ അടച്ചു വെച്ചു. എന്നിട്ട് കാത്തിരിക്കാം. എൻ്റെ ഒരു ആകാംക്ഷ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിയിട്ടോ, ആയിട്ടില്ല. ഒന്നുകൂടെ അടച്ചു വെച്ചു, പിന്നെയും പൊക്കി നോക്കി, ആയിട്ടില്ല. അപ്പോൾ ഇനി ഇച്ചിരി നിൽക്കുന്നത്, ഇച്ചിരി സമയം വേണം കേട്ടോ. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ ഞാൻ ഇട്ടിരുന്നു. 10 മിനിറ്റ് അല്ല, ഒരു 8 മിനിറ്റ്. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒത്തിരി ആ സൈഡ് മാത്രം തുളയുള്ള ഒരു പാത്രത്തിലാട്ടോ, ആവി കയറുന്ന പോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം, വഴുതനങ്ങ വെന്ത ആ വെള്ളവും എണ്ണ, ഉപ്പ്, വിനെഗരി അതൊന്നും താഴെ പോയില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഞാൻ പറയും, ഉറപ്പായിട്ടും ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഇത് വൈറ്റ് റൈസിൻ്റെ കൂട്ടത്തിലാട്ടോ കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്, എന്താ ഇതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ സെർവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് അതിൻ്റെ നെടുപ്പോട് കൂടി എടുത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള ആ മസാല ഫ്ലഷും കൂടെ എടുക്കണം. അപ്പോൾ പുറത്തുള്ള ഒരു പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, അതവിടെ, അല്ലെങ്കിൽ ഒരു കവറിങ്, അത് നമുക്ക് കഴിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, ആ എണ്ണയുടെയൊക്കെയുള്ള വെള്ളം, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് വഴുതനങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.